കേരള മാർഗദർശക മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ സന്യാസിമാർ നയിക്കുന്ന ധർമ്മ സന്ദേശയാത്രയ്ക്ക് പാലക്കാട് സ്വീകരണം നൽകി. തുടർന്ന് ഹിന്ദു മഹാസംഗമവും നടന്നു. 7-ന് കാസർകോട്ട് നിന്നാണ് യാത്ര ആരംഭിച്ചത്. പുതുതലമുറയിൽ ആധ്യാത്മിക ധാർമ്മിക മൂല്യങ്ങളും കുടുംബ ബന്ധങ്ങളുടെ പവിത്രതയും സാമൂഹിക ഐക്യവും ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള യാത്രയിൽ സ്ഥിരമായി 40ഓളം സന്യാസിമാരുണ്ട്. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച മാംഗ്ലൂരു കുദ്രോളി ഗോകർണനാഥ ക്ഷേത്രത്തിൽ നിന്ന് കൊളുത്തിയ ദീപവും ഗുരുസ്മരണയോടെയുള്ള പാതുകവും വഹിച്ചുള്ള രഥവും യാത്രയോടൊപ്പം ഉണ്ടായിരുന്നു. സമ്മേളന വേദിയിൽ വൈകിട്ട് 3 മുതൽ ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് വിദ്യാ ഗോപാല മന്ത്രജപം, ഗണേശ പഞ്ചരത്നം, ഹനുമാൻ ചാലിസ എന്നിവ ഉൾപ്പെടുത്തിയുള്ള ഭക്തി സ്തോത്രാലാപനമുണ്ടായി. തുടർന്ന് ഹിന്ദു മഹാസംഗമം നടന്നു. വിളക്ക് വെച്ച് നാക്കലയിൽ പായസവും ശുദ്ധമായ അന്നപൂർണേശ്വരിയുടെ അന്നവും വിളമ്പിക്കൊടുത്ത് അമ്മാവനും അച്ഛനും അമ്മയും ബന്ധുക്കളും ശിരസിൽ പുഷ്പമിടുന്നതായ ഒരു കുട്ടിക്ക് എപ്പോൾ കേക്ക് മുറിക്കാൻ തുടങ്ങിയോ അവിടെ മുതൽ സമാജം വഴിതെറ്റി. ഇരുപത്തെട്ടിനും പിറന്നാളിനും കല്യാണത്തിനും കല്യാണ വാർഷികത്തിനും ഒടുക്കത്തെ ഒരു കേക്ക് മുറിക്കൽ ചടങ്ങ് ഹിന്ദുധർമ്മത്തിന്റെ അകത്ത് എവിടെ നിന്ന് വന്നു എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കോട്ടമൈതാനത്ത് വൈകിട്ട് നടന്ന ഹിന്ദു മഹാസംഗമത്തിൽ 1/4 ലക്ഷത്തിലേറെ പേർ പങ്കെടുത്തു. ഗായിക സൂര്യഗായത്രി നയിക്കുന്ന സാത്വിക സംഗീത സായാഹ്നവും അരങ്ങേറി. 20-ന് തിരുവനന്തപുരത്ത് യാത്ര സമാപിക്കും. ഘോഷയാത്രയായി പുറപ്പെടുന്ന സന്യാസി സംഘം ആദ്യം കോട്ടയത്തെ പാർക്കിംഗ് മൈതാനത്തെത്തി. അവിടെ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. ശേഷം സമ്മേളന വേദിയായ കോട്ടമൈതാനത്തെ ആദിശങ്കരാചാര്യ നഗറിലേക്ക് ആനയിച്ചു. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. ഇതിന്റെ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ.